Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഡീപ്പ് ഇൻ എ ഫോറസ്റ്റ് എന്നാൽ തിങ്ങിയ വനത്തിനുള്ളിൽ, ദർ ലിവ്ഡ് എ ലോൺലി ഗോട്ട്. ദർ ലിവ്ഡ് ജീവിച്ചിരുന്നു എ ലോൺലി ഗോട്ട്. ലോൺലി എന്നാൽ ഏകനായ. പണ്ടൊരിക്കൽ ഒരു തിങ്ങി നിറഞ്ഞ വനത്തിനുള്ളിൽ ഒരു ഏകനായ ആട് ജീവിച്ചിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ് എനി കിഡ്സ്. അവൾക്ക് ഒരു കുട്ടികളും ഇല്ലായിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ് എന്നാൽ അവൾക്ക് ഇല്ലായിരുന്നു എനി കിഡ്സ് ഒരു കുട്ടികളും. ആൻഡ് ദിസ് മെയ്ഡ് ഹെർ വെരി സാഡ്. ദിസ് മെയ്ഡ് ഹെർ ഈ കുട്ടികളില്ലാത്ത അവസ്ഥ, മെയ്ഡ് ഹെർ അവളെ ആക്കി മാറ്റി, വെരി സാഡ് വളരെ ദുഃഖിതയായ. അത് അവളെ വളരെ ദുഃഖിതയാക്കി. ആ കുട്ടികളില്ലാത്ത അവസ്ഥ അവളെ വളരെ അധികം ദുഃഖിതയാക്കി. എവരി ഡേ എല്ലാ ദിവസവും, ഷീ വുഡ് വാണ്ടർ ത്രൂ ദ ട്രീസ്. ഷീ വുഡ് വാണ്ടർ. വാണ്ടർ എന്നാൽ അലഞ്ഞു നടക്കുക എന്നാണ് അർത്ഥം, ചുറ്റിത്തിരിയുക. ഷീ വുഡ് വാണ്ടർ അവൾ ചുറ്റിത്തിരിഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ത്രൂ ദ ട്രീസ് വനത്തിനുള്ളിലൂടെ, ആ മരങ്ങൾക്കിടയിലൂടെ അവൾ ചുറ്റിയലഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ഷീ വാച്ച്ഡ് അതർ എനിമൽസ് പ്ലേ വിത്ത് ദെയർ ലിറ്റിൽ വൺസ്. ഷീ വാച്ച്ഡ് അവൾ നിരീക്ഷിച്ചിരുന്നു, അതർ എനിമൽസ് മറ്റുള്ള മൃഗങ്ങൾ, പ്ലേ വിത്ത് ദെയർ ലിറ്റിൽ വൺസ്. ലിറ്റിൽ വൺസ് എന്നാൽ കുഞ്ഞുങ്ങൾ എന്നാണ് അർത്ഥം. മറ്റുള്ള മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്നത് അവൾ നിരീക്ഷിച്ചിരുന്നു. ഹെർ ഹാർട്ട് ഫെൽറ്റ് ഹെവി. അവളുടെ ഹൃദയത്തിൽ വളരെ അധികം ദുഃഖം നിറഞ്ഞു, അവൾ സങ്കടത്തിലായി. ആൻഡ് ഷീ വിഷ്ഡ് ഷീ ഹാഡ് എ ലിറ്റിൽ വൺ ടു കോൾ ഹെർ ഓൺ. ആൻഡ് ഷീ വിഷ്ഡ് അവൾ ആഗ്രഹിച്ചിരുന്നു, ഷീ ഹാഡ് എ ലിറ്റിൽ വൺ ടു കോൾ ഹെർ ഓൺ അവളുടേതായിട്ട് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചിരുന്നു. ഷീ ഹാഡ് എന്നാൽ അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അത് അത്തരത്തിൽ അവൾ ആശിച്ചിരുന്നു. വൺ ഡേ ഒരു ദിവസം, എ സെയിൻറ്റ് അറൈവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. എ സെയിൻറ്റ് ഒരു സിദ്ധൻ, അറൈവ്ഡ് എത്തിച്ചേർന്നു, ഇൻ ദ ഫോറസ്റ്റ് ആ വനത്തിൽ ഒരു ദിവസം ഒരു സിദ്ധൻ എത്തിച്ചേർന്നു. ഹീ ഹാഡ് കം ടു ഫൈൻഡ് പീസ് away from the busy world so he could focus on his prayers. He had come അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് ടു ഫൈൻഡ് പീസ് സമാധാനം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. away from the busy world ആ തിരക്ക് പിടിച്ച ലോകത്ത് നിന്നും ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ വനത്തിലേക്ക് വന്നിരുന്നത്. സോ ആയതിനാൽ വനത്തിലാണെങ്കിൽ, ഹീ കുഡ് ഫോക്കസ് ഓൺ ഹിസ് പ്രയേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ആ തിരക്ക് പിടിച്ച ലോകത്ത് നിന്നും ആ വനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആസ് ദ സെയിൻ വോക്ക് ത്രൂ ദ വുഡ്സ് ഹീ സോ ദ സാഡ് ഗോഡ് സിറ്റിംഗ് അലോൺ. ആസ് എന്നാൽ ആ സമയത്ത് എന്നാണ് അർത്ഥം. ആസ് ദ സെയിൻ വോക്ക് ത്രൂ ദ വുഡ്സ് ആ കാട്ടിനുള്ളിലൂടെ, മരങ്ങൾക്കിടയിലൂടെ ആ സെയിൻറ്റ് സിദ്ധൻ നടക്കുകയായിരുന്നു. ആ സമയത്ത്, ഹീ സോ അദ്ദേഹം കണ്ടു, ദ സാഡ് ഗോഡ് സിറ്റിംഗ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്, ഗോഡ് സാഡ് ഗോഡ് എന്നാൽ ദുഃഖിതനായിട്ടുള്ള ആട്. ആ ദുഃഖിതനായ ആട് തനിച്ച് ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഹീ സോ എന്നാൽ അദ്ദേഹം കണ്ടു. വൈ ഡു യു ലുക്ക് സോ അൺഹാപ്പി. നീ എന്തുകൊണ്ടാണ് വളരെ അസന്തുഷ്ടനായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിന്നെ അത്തരത്തിൽ കാണപ്പെടുന്നത്. ഡിയർ ഗോട്ട് ഓ പ്രിയപ്പെട്ട ആടെ. ദ സെയിൻറ്റ് ആസ്ക്ഡ് കൈൻഡ്ലി വളരെ ദയയോടെ, കൈൻഡ്ലി എന്നാൽ വളരെ ദയയോടെ എന്നുള്ള അർത്ഥം, വളരെ സൗമ്യമായിട്ട് ആ സിദ്ധൻ ആസ്ക്ഡ് ചോദിച്ചു. ദ ഗോഡ് സൈഡ് ആൻഡ് സെഡ്. സൈ എന്നാൽ അർത്ഥം ഏങ്ങലടിക്കുക, സങ്കടപ്പെടുക, നെടുവീർപ്പിടുക, ഇതൊക്കെയാണ് അർത്ഥം. ആട് നെടുവീർപ്പിട്ടുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നോ ചിൽഡ്രൻ ടു കെയർ ഫോർ ആൻഡ് പ്ലേ വിത്ത്. ഐ ഹാവ് നോ ചിൽഡ്രൻ എനിക്ക് കുട്ടികൾ ഇല്ല, ടു കെയർ പരിചരിക്കാൻ, ഫോർ ആൻഡ് പ്ലേ വിത്ത് അവരുടെ കൂടെ കളിക്കാൻ എനിക്ക് കുട്ടികൾ ഇല്ല, അവരെ പരിചരിക്കാൻ എനിക്ക് കുട്ടികൾ ഇല്ല. ആട് ദുഃഖത്തോടെ പറഞ്ഞു, ഐ ഫീൽ സോ ലോൺലി എനിക്ക് വളരെ ഏകാന്തത തോന്നുന്നു, ഞാൻ തനിച്ചാണ്. ദ സെയിൻറ്റ് സ്മൈൽഡ് ആൻഡ് സെഡ് ആ സിദ്ധൻ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു,
ഡോണ്ട് വറി, വിഷമിക്കേണ്ട. യു വിൽ സൂൺ ഹാവ് എ ലിറ്റിൽ വൺ ടു ഫിൽ യുവർ ഹാർട്ട് വിത്ത് ജോയ്. യു വിൽ സൂൺ ഹാവ്, നിനക്ക് പെട്ടെന്ന് ഉണ്ടാകും, എ ലിറ്റിൽ വൺ, ഒരു കുഞ്ഞ്. ലിറ്റിൽ വൺ എന്നാൽ കുഞ്ഞ് എന്നുള്ള അർത്ഥം. നിനക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് ഉണ്ടാകും. ടു ഫിൽ യുവർ ഹാർട്ട് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് നിറക്കാൻ വേണ്ടി, നിൻ്റെ മനസ്സിൽ സന്തോഷം നിറയിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നിനക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകും. സൂൺ എന്നാൽ പെട്ടെന്ന്, യു വിൽ ഹാവ് എന്നാൽ നിനക്ക് ഉണ്ടാകും. വിത്ത് ദാറ്റ് എന്നാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. അത് പറഞ്ഞ ഉടനെ. ദ സെയിൻറ്റ് ബ്ലെസ്ഡ് ദ ഗോഡ് ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ. ദ സെയിൻറ്റ്, ആ സിദ്ധൻ, ബ്ലെസ്ഡ് അനുഗ്രഹിച്ചു, ദ ഗോഡ് ആ ആടിനെ അനുഗ്രഹിച്ചു, ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോയി. എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ദ ഗോഡ് ഗെയ്വ് ബേർത്ത് ടു എ ലൈവ്ലി ലിറ്റിൽ ചൈൽഡ്. ദ ഗോഡ് ആട്, ഗെയ്വ് ബേർത്ത്, ഗിവ് ബേർത്ത് എന്നാൽ ജന്മം നൽകുക എന്നാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഗെയ്വ് ബേർത്ത്, ജന്മം നൽകി, ടു എ ലൈവ്ലി ലിറ്റിൽ ചൈൽഡ്. ലൈവ്ലി എന്നാൽ അർത്ഥം ചൊടിയുള്ള, ഉത്സാഹമുള്ള എന്നുള്ള അർത്ഥം. ഉന്മേഷമുള്ള, ഒരു ഉന്മേഷമുള്ള ലിറ്റിൽ ചൈൽഡ്, ഒരു ചെറിയ കുഞ്ഞിന് ആ ആട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജന്മം നൽകി. ഹെർ സാഡ്നെസ് ഡിസപ്പിയേർഡ്. ഹെർ സാഡ്നെസ്, അവളുടെ ദുഃഖം, ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി. ആൻഡ് ഹെർ ഹാർട്ട് വാസ് ഫുൾ ഓഫ് ലവ്, അവളുടെ മനസ്സിൽ മുഴുവൻ സ്നേഹമായി, അവളുടെ മനസ്സിൽ മുഴുവൻ സന്തോഷിച്ചു, അവളുടെ ദുഃഖം അപ്രത്യക്ഷമായി. ദ ഗോട്ട് ആൻഡ് ഹെർ കിഡ് സ്പെൻഡ് ദെയർ ഡേയ്സ് ടുഗദർ. ദ ഗോട്ട് ആൻഡ് ഹെർ കിഡ്, ആ ആടും അവളുടെ കുഞ്ഞും, സ്പെൻഡ് ചിലവഴിച്ചു, ദെയർ ഡേയ്സ് അവരുടെ ദിനങ്ങൾ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. ആ ആടും അവളുടെ കുഞ്ഞും ഒരുമിച്ച് അവരുടെ ദിവസങ്ങൾ ചിലവഴിച്ചു. ദേ പ്ലേഡ് ആൻഡ് എൻജോയ്ഡ് ലൈഫ്. ദേ പ്ലേഡ് അവർ കളിച്ചു, ആൻഡ് എൻജോയ്ഡ് ലൈഫ് അവർ കളിച്ച് അവരുടെ ജീവിതം അവർ ആസ്വദിച്ചു. ദ ഗോഡ് വാസ് വെരി ഹാപ്പി, ആ ആട് വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ ഷീ ഡിഡിൻറ്റ് നോ അവൾക്ക് അറിയില്ലായിരുന്നു. ദാറ്റ് ടേക്കിംഗ് കെയർ ഓഫ് സച്ച് എ നോട്ടി കിഡ് വുഡ് ബി ഹാർഡർ ദാൻ ഷീ തോട്ട്. ടേക്കിംഗ് കെയർ ഓഫ് സച്ച് എ നോട്ടി കിഡ്, നോട്ടി എന്നാൽ വികൃതിയായ, സച്ച് എന്നാൽ അത്തരത്തിലുള്ള ഒരു വികൃതിയായ കുട്ടിയെ പരിചരിക്കുക എന്നുള്ളത്. ടേക്കിംഗ് കെയർ എന്നാൽ പരിചരിക്കൽ. അത് വുഡ് ബി ഹാർഡർ ബുദ്ധിമുട്ടായേക്കും, ദാൻ ഷീ തോട്ട് അവൾ ചിന്തിച്ചതിലും കൂടുതൽ, അവൾ ചിന്തിച്ചതിനേക്കാൾ അത്തരത്തിലുള്ള ഒരു വികൃതിയായ കുഞ്ഞിനെ പരിചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ദ ഗോട്ട് ഹാഡ് ടു റൺ ആഫ്റ്റർ ഇറ്റ് ഓൾ ഡേ. ദ ഗോട്ട് ഹാഡ് ടു റൺ, ഹാഡ് ടു എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ദ ഗോട്ട് ഹാഡ് ടു റൺ, ആ ആടിന് ഓടേണ്ടതുണ്ടായിരുന്നു, ഓടേണ്ടി വന്നു. ആഫ്റ്റർ ഇറ്റ് ഓൾ ഡേ, ആഫ്റ്റർ എന്നാൽ പിന്നാലെ, ഇറ്റ് എന്നാൽ അതിന് പിന്നാലെ, ആ ആടിന് പിന്നാലെ, ആട്ടിൻ കുഞ്ഞിന് പിന്നാലെ. ഓൾ ഡേ എല്ലാ ദിവസവും, ദിവസം മുഴുവനും ആ ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടേണ്ടി വന്നു. ടെല്ലിങ് ദ കിഡ് നോട്ട് ബി മിസ്ചിവസ്. ടെല്ലിങ് പറഞ്ഞുകൊണ്ട്, ദ കിഡ് നോട്ട് ബി മിസ്ചിവസ് കുഞ്ഞ് കുസൃതിയുള്ളവനാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആടിന് ദിവസം മുഴുവനും ആ ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടേണ്ടി വന്നു, അല്ലെങ്കിൽ ഓടേണ്ടതുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. ഹാഡ് ടു റൺ. ബട്ട് ദ ചൈൽഡ് പെയ്ഡ് നോ ഹീഡ് ടു ദ മദേഴ്സ് അഡ്വൈസ്. പക്ഷേ ദ ചൈൽഡ് ആ കുഞ്ഞ്, ആ ആട്ടിൻകുഞ്ഞ്, പെയ്ഡ് നോ ഹീഡ്, പേ നോ ഹീഡ് എന്നതിൻ്റെ പാസ്റ്റാണ് പെയ്ഡ് നോ ഹീഡ്. പേ ഹീഡ് എന്നാൽ അർത്ഥം അനുസരിക്കുക എന്നാണ് അർത്ഥം. ഒരാളെ അല്ലെങ്കിൽ എന്തിനെങ്കിലോ അനുസരിക്കുക എന്നാണ് അർത്ഥം. പെയ്ഡ് നോ ഹീഡ്. പക്ഷേ ദ ചൈൽഡ് ആ ആട്ടിൻകുഞ്ഞ്, പെയ്ഡ് നോ ഹീഡ് അനുസരിച്ചില്ല, ടു ദ മദേഴ്സ് അഡ്വൈസ് ആ അമ്മയുടെ, ആ ആട്ടിൻകുഞ്ഞിൻ്റെ അമ്മയുടെ വാക്കുകളെ, ഉപദേശങ്ങളെ പക്ഷേ ആ ആട്ടിൻകുഞ്ഞ് അനുസരിച്ചില്ല. വൺ ഡേ ഒരു ദിവസം, ദ ലിറ്റിൽ കിഡ് സോ സം എനിമൽസ് പ്ലേയിങ് ടുഗദർ നിയർ ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ദ ലിറ്റിൽ കിഡ് ആ കുഞ്ഞായിട്ടുള്ള ആട്ടിൻകുഞ്ഞ്, സോ കണ്ടു, സം എനിമൽസ് കുറച്ച് മൃഗങ്ങൾ, പ്ലേയിങ് കളിക്കുന്നു, ടുഗദർ ഒരുമിച്ച്,
നിയർ ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ആ വനത്തിൻ്റെ എഡ്ജിൽ കുറച്ച് മൃഗങ്ങൾ കളിക്കുന്നതായിട്ട് ആ ആട്ടിൻകുഞ്ഞ് കണ്ടു. എഡ്ജ് എന്നാൽ വരമ്പ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. വക്ക് ഇതൊക്കെയാണ് അർത്ഥം. ആ കാട്ടിൻ്റെ വരമ്പിൽ, വനത്തിൻ്റെ വരമ്പിൽ കുറച്ച് മൃഗങ്ങൾ കളിക്കുന്നതായിട്ട് ആ ആട്ടിൻകുഞ്ഞ് ഒരു ദിവസം കണ്ടു. ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് സെഡ്. അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞ് പറഞ്ഞു, മോം ലുക്ക്, നോക്കൂ. മോം, അമ്മയെ വിളിക്കുകയാണ്. മോം ലുക്ക്, നോക്കൂ. There are other kids playing. അവിടെ മറ്റുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. Can I go and make friends? ഞാൻ പോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കട്ടെ. The goat shook her head and replied. The goat, ആ ആട്, shook, കുലുക്കി, her head, അവളുടെ തല കുലുക്കി, and replied, തല കുലുക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, No my dear, ഓ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ. ഇറ്റ്സ് നോട്ട് സേഫ് ടു ഗോ ഔട്ട്സൈഡ് അലോൺ. ഇറ്റ് ഈസ് നോട്ട് സേഫ്, ഇത് സുരക്ഷിതമല്ല. ടു ഗോ ഔട്ട്സൈഡ് അലോൺ, പുറത്ത് തനിച്ചു പോകൽ സുരക്ഷിതമല്ല. ദർ ആർ ഡേഞ്ചേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. വനത്തിൽ അപകടങ്ങളുണ്ട്. ദർ ആർ ഡേഞ്ചേഴ്സ് എന്നാൽ അപകടങ്ങളുണ്ട്. ഇൻ ദ ഫോറസ്റ്റ്, വനത്തിൽ, വനത്തിനുള്ളിൽ അപകടങ്ങളുണ്ട്. ആൻഡ് ഐ കാൺ ലെറ്റ് യു ഗോ ബൈ യുവർ സെൽഫ്. ആൻഡ് ഐ കാണ്ട്, എനിക്ക് സാധിക്കുകയില്ല, ലെറ്റ് യു, നിന്നെ അനുവദിക്കാൻ, യു ഗോ ബൈ യുവർ സെൽഫ്, നിന്നെ സ്വയമായിട്ട് പോകാൻ എനിക്ക് നിന്നെ അനുവദിക്കാൻ സാധിക്കുകയില്ല. ഐ കാണ്ട് ലെറ്റ് യു എന്നാൽ എനിക്ക് നിന്നെ അനുവദിക്കാൻ സാധിക്കുകയില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു പ്ലേ, പക്ഷേ എനിക്ക് കളിക്കണം. മോം, ദ കിഡ് പ്ലീഡ്. അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കളിക്കണം. ദ കിഡ് പ്ലീഡ്. പ്ലീഡ് എന്നാൽ അർത്ഥം യാചിക്കുക, അഭ്യർത്ഥിക്കുക, അപേക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്ലീഡ്, അപേക്ഷിച്ചു. ഐ നോ, എനിക്കറിയാം. ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ക്ലോസ് ടു മീ. എനിക്കറിയാം, ഐ നോ എന്നാൽ എനിക്കറിയാം. ബട്ട് പക്ഷേ, ഇറ്റ് ഈസ് ബെറ്റർ, നല്ലത്, ടു സ്റ്റേ ക്ലോസ് ടു മീ, എൻ്റെ അടുത്ത് ചേർന്നു നിൽക്കുന്നതാണ് പക്ഷേ നല്ലത്. വി ക്യാൻ ഫൈൻഡ് സേഫ് വേയ്സ് ടു ഹാവ് ഫൺ ടുഗദർ. വി ക്യാൻ ഫൈൻഡ്, നമുക്ക് കണ്ടെത്താം. സേഫ് വേയ്സ്, സുരക്ഷിതമായ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. ടു ഹാവ് ഫൺ, രസിക്കാൻ. ടുഗദർ, ഒരുമിച്ച് കളിക്കാൻ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള മറ്റുള്ള മാർഗങ്ങൾ കണ്ടെത്താം. ദ ഗോട്ട് സെഡ് ജെന്റ്ലി. ജെന്റ്ലി എന്നാൽ സൗമ്യമായി എന്നാണ് അർത്ഥം. മൃദുവായി, മിതമായി, വണക്കത്തോടെ ആ ആട് പറഞ്ഞു, നമുക്ക് സുരക്ഷിതമായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ കളിക്കാൻ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ദ കിഡ് സൈഡ് ബട്ട് നോഡഡ്. ദ കിഡ്, ആ ആട്ടിൻകുഞ്ഞ്, സൈഡ്, ഏങ്ങലടിച്ചു അല്ലെങ്കിൽ സങ്കടപ്പെട്ടു, ഇതൊക്കെയാണ് അർത്ഥം. ബട്ട് പക്ഷേ, നോഡഡ്, തലയാട്ടി. സങ്കടപ്പെട്ടു എങ്കിലും ആ ആട്ടിൻകുഞ്ഞ് തലയാട്ടി, സമ്മതിച്ചു. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്, വൈൽ ദ ഗോഡ് കിഡ് വാസ് ഇൻസൈഡ് ദ ഹോം. വൈൽ, അതേസമയം, ദ ഗോഡ് കിഡ്, ആ ആട്ടിൻകുഞ്ഞ്, വാസ്, ആയിരുന്നു, ഇൻസൈഡ് ദ ഹോം, വീട്ടിന് അകത്തായിരുന്നു. ആ സമയത്ത്, ഹി ഹേർഡ്, അവൻ കേട്ടു, ദ എക്സൈറ്റഡ് ചാറ്റർ ഓഫ് എ ബേബി മങ്കി പ്ലേയിങ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഹൗസ്. ആ ആട്ടിൻകുഞ്ഞ് അകത്തായിരുന്നു. ആ സമയത്ത് അവൻ കേട്ടു, ഒരു കുരങ്ങ് കളിക്കുന്നതായിട്ട് അവൻ കേട്ടു. വീട്ടിന് പുറത്ത് കളിക്കുന്നതായിട്ട് അവൻ കേട്ടു. ചാറ്റർ എന്നാൽ അർത്ഥം കലപില ശബ്ദം എന്നാണ് അർത്ഥം. ഒരു കുരങ്ങിൻ്റെ കലപില ശബ്ദം, കളിക്കുന്ന ആ ശബ്ദം അവൻ വീട്ടിന് പുറത്ത് കേട്ടു. ഹീ പീക്ഡ് ഔട്ട് ആൻഡ് സോ ദ ബേബി മങ്കി സ്വിങ്ങിങ് ഫ്രം ദ ട്രീസ് ലാഫിങ് ആൻഡ് ഹാവിങ് ഫൺ. ഹീ പീക്ഡ് ഔട്ട്, പീക്ക് എന്നാൽ അർത്ഥം ഒളിഞ്ഞു നോക്കുക എന്നാണ് അർത്ഥം, എത്തി നോക്കുക. ഹീ പീക്ഡ് ഔട്ട്, അവൻ പുറത്തേക്ക് എത്തി നോക്കി. ആൻഡ് സോ, അവൻ കണ്ടു, ദ ബേബി മങ്കി, കുരങ്ങിൻ കുഞ്ഞ്, സ്വിങ്ങിങ്, സ്വിങ് എന്നാൽ ഊഞ്ഞാലാടുക, സ്വിങ്ങിങ് ഫ്രം ദ ട്രീസ്, ഒരു വൃക്ഷത്തിൽ ഊഞ്ഞാലാടുന്നതായിട്ട് അവൻ എത്തി നോക്കിയ സമയത്ത് അവൻ കണ്ടു. ലാഫിങ് ആൻഡ് ഹാവിങ് ഫൺ, ലാഫിങ് എന്നാൽ ചിരിക്കൽ, ഹാവിങ് ഫൺ എന്നാൽ രസിക്കൽ. അവൻ ആ വൃക്ഷത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ട് ചിരിച്ച് രസിക്കുന്നതായിട്ട് ആ ആട്ടിൻകുഞ്ഞ് കണ്ടു.
ദ കിഡ് ഡാഷ്ഡ് ഔട്ട്. ആ ആട്ടിൻകുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്കോടി. ഹേയ്, ക്യാൻ ഐ പ്ലേ വിത്ത് യു? ഞാൻ നിൻ്റെ കൂടെ കളിച്ചോട്ടെ? ഹീ കോൾഡ് ഔട്ട്. അവൻ ആക്രോശിച്ചു പറഞ്ഞു. അവൻ ഉറക്കെ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ കളിച്ചോട്ടെ. ദ ബേബി മങ്കി സ്മൈൽഡ്. ആ കുഞ്ഞായിട്ടുള്ള കുരങ്ങ് പുഞ്ചിരിച്ചു. ഷുവർ, തീർച്ചയായും. കം ഓൺ, വരൂ. ദ കിഡ് ഗിഗിൾഡ് ആസ് ദ ബിഗാൻ ടു ജംപ് ആൻഡ് റൈസ് അറൗണ്ട്. ദ കിഡ്, ആ ആട്ടിൻകുഞ്ഞ്, ഗിഗിൾഡ്. ഗിഗിൾ എന്നാൽ അടക്കിച്ചിരിക്കുക, കുലുങ്ങിച്ചിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ ആട്ടിൻകുഞ്ഞ് ഗിഗിൾഡ്, കുലുങ്ങിച്ചിരിച്ചു. ആസ് എന്നാൽ ആ സമയത്ത്. ആസ് ദ ബിഗാൻ ടു ജംപ് ആൻഡ് റൈസ് അറൗണ്ട്, അവർ ചുറ്റുപാടും ഓടിയിട്ട് പിന്നാലെ കൂടി കളിക്കുക. കളിയൊക്കെ കളിക്കുന്നതിനിടയിൽ, കളിക്കുന്ന സമയത്ത്, കളിക്കാൻ ആരംഭിക്കുന്ന സമയത്ത്. ആസ് ദ ബിഗാൻ, അവർ ആരംഭിച്ചപ്പോൾ. ടു ജംപ് ആൻഡ് റൈസ് അറൗണ്ട്, അവർ ചുറ്റുപാടും ചാടാനും ഓടാനുമൊക്കെ ആരംഭിച്ചപ്പോൾ അവർ ഗിഗിൾഡ്, അവർ കുണുങ്ങിച്ചിരിച്ചു. ചേസിങ് ഈച്ച് അതർ ത്രൂ ദ ബുഷസ്. ചേസിങ് ഈച്ച് അതർ എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുടർന്ന് പിടിക്കുക. ത്രൂ ദ ബുഷസ്, കാട്ടിലൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന ആ സമയത്ത് അതിന് ആരംഭിച്ചപ്പോൾ അവർ കുണുങ്ങിച്ചിരിച്ചു. ബട്ട് സഡൻലി, പക്ഷേ പെട്ടെന്ന്, ദ കിഡ് ഹേർഡ് എ ഷാർപ്പ് വോയിസ് ബിഹൈൻഡ് ഹിം. ദ കിഡ്, ആ ആട്ടിൻകുഞ്ഞ്, ഹേർഡ്, കേട്ടു, എ ഷാർപ്പ് വോയിസ്, ഒരു ഷാർപ്പ് എന്നാൽ ഇവിടെ അർത്ഥം തീവ്രമായ, കനത്ത, വോയിസ് എന്നാൽ ശബ്ദം. ബിഹൈൻഡ് ഹിം, ബിഹൈൻഡ് എന്ന പിറകെ, ബിഹൈൻഡ് ഹിം, അവന് പിറകിൽ നിന്നും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ശബ്ദം ആ ആട്ടിൻകുഞ്ഞ് പക്ഷേ പെട്ടെന്ന് കേട്ടു. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് വാസ് ഹിസ് മദർ. അത് അവൻ്റെ അമ്മയായിരുന്നു. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇറ്റ് വാസ് ഹിസ് മദർ. അത് അവൻ്റെ അമ്മയായിരുന്നു ആ ചോദിച്ചത്. നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ ഗോട്ട് റഷ്ഡ് ഓവർ. ആ ആട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി. ഹെർ ഐസ് വൈഡ് വിത്ത് വറി. ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ, വൈഡ് വിത്ത് വറി, ആകുലത കൊണ്ട് വിടർന്നു. ബിഫോർ ഹി കുഡ് സേ എ വേർഡ്. ബിഫോർ, മുമ്പ്. ഹി കുഡ് സേ എ വേർഡ്. ബിഫോർ ഹി കുഡ് സേ എ വേർഡ്, അവന് ഒരു വാക്ക് പറയാൻ സാധിക്കുന്നതിന് മുമ്പ്. ഷീ ഗ്രാബ്ഡ് ഹിം ബൈ ദ ഇയർ ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് ഹിം ബാക്ക് ടുവേർഡ്സ് ദ ഹൗസ്. ഷീ ഗ്രാബ്ഡ്, ഗ്രാബ് എന്നാൽ പിടിക്കുക എന്നാണ് അർത്ഥം, പിടികൂടുക. ഷീ ഗ്രാബ്ഡ്, അവൾ, ആ ആട്ടിൻകുഞ്ഞിൻ്റെ അമ്മ, ഗ്രാബ്ഡ് ഹിം, അവനെ പിടികൂടി. ബൈ ദ ഇയർ, അതായത് ചെവിയിൽ പിടിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് ഹിം ബാക്ക്, എന്നിട്ട് അവനെ തിരിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ആരംഭിച്ചു. ടുവേർഡ്സ് ദ ഹൗസ്. ടുവേർഡ്സ് എന്നാൽ ലക്ഷ്യമാക്കി എന്നുള്ള അർത്ഥമാണ്. വീട് ലക്ഷ്യമാക്കിയിട്ട് അവനെ തിരിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ആരംഭിച്ചു, അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട്. ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ഔട്ട്സൈഡ് അലോൺ. ഐ ടോൾഡ് യു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ടു ഗോ ഔട്ട്സൈഡ് അലോൺ, തനിച്ച് പുറത്തേക്ക് പോകരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ദർ ആർ ടു മെനി ഡേഞ്ചേഴ്സ്, അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ട്. ആൻഡ് യു കുഡ് ഗെറ്റ് ലോസ്റ്റ്, നീ നഷ്ടപ്പെട്ടേക്കും. ബട്ട് മോം, പക്ഷേ അമ്മേ. ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് നിയർ ദ ഹൗസ്, പക്ഷേ ഞാൻ ജസ്റ്റ് വീട്ടിൻ്റെ അടുത്ത് കളിക്കുകയായിരുന്നു, കേവലം കളിക്കുക മാത്രമായിരുന്നു. ദ കിഡ് പ്രൊട്ടസ്റ്റഡ്, ആ ആട്ടിൻകുഞ്ഞ് എതിർത്തു പറഞ്ഞു. പ്രൊട്ടസ്റ്റ് എന്നാൽ ഇവിടെ എതിർത്തു പറയുക എന്നുള്ള അർത്ഥം. പ്രൊട്ടസ്റ്റഡ്, എതിർത്തു പറഞ്ഞു. ഹി ലുക്ക് ബാക്ക് അറ്റ് ദ ബേബി മങ്കി, അവൻ ആ കുഞ്ഞായിട്ടുള്ള കുരങ്ങിനെ തിരിഞ്ഞു നോക്കി. ഹൂ വേവ്ഡ് ഗുഡ് ബൈ ഫ്രം ദ ട്രീസ്, അവൻ ആ വൃക്ഷങ്ങളുടെ മുകളിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞു, അതായത് കൈകൊണ്ട് വീശി ഗുഡ് ബൈ പറഞ്ഞു. യു ക്യാൻ പ്ലേ സേഫ്ലി അറ്റ് ഹോം, നിനക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് കളിക്കാം. വേർ ഐ ക്യാൻ കീപ്പ് എൻ ഐ ഓൺ യു. കീപ്പ് എൻ ഐ ഓൺ എന്നാൽ അർത്ഥം ശ്രദ്ധിക്കുക, ഗൗനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വേർ, അവിടെ വെച്ച്, വീട്ടിൽ വച്ച്. ഐ ക്യാൻ കീപ്പ് എൻ ഐ ഓൺ, എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഷീ സെഡ് ഫേംലി. ഷീ സെഡ്, ആ ആട് പറഞ്ഞു. ഫേംലി എന്നാൽ അചഞ്ചലമായി, പതറാതെ, ഇതൊക്കെയാണ് അർത്ഥം. നൗ കം ഇൻസൈഡ് ബിഫോർ എനിത്തിങ് ഹാപ്പൻസ്.
നൗ കം ഇൻസൈഡ്. ഇപ്പോൾ അകത്തേക്ക് വരിക. ബിഫോർ എനിത്തിങ് ഹാപ്പൻസ്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ അകത്തേക്ക് വരിക. ദ കിഡ് ഹങ് ഹിസ് ഹെഡ്. ദ കിഡ് ആട്ടിൻ കുഞ്ഞ് ഹങ് ഹിസ് ഹെഡ് അവൻ അവൻ്റെ തല താഴ്ത്തി. ഫോളോവിങ് ഹിസ് മദർ ബാക്ക് ഇൻസൈഡ്. ഫോളോവിങ് ഹിസ് മദർ അവൻ്റെ അമ്മയെ പിന്തുടർന്നുകൊണ്ട്. ഇൻസൈഡ് എന്താണ്? പിന്തുടർന്നുകൊണ്ട് അവൻ തിരിച്ച് ഉള്ളിലേക്ക് കയറി. ബട്ട് ഹി വിഷ്ഡ് ഫോർ ജസ്റ്റ് എ ലിറ്റിൽ ഫ്രീഡം. പക്ഷേ ഹി വിഷ്ഡ് അവൻ ആഗ്രഹിച്ചു. ഫോർ എ ജസ്റ്റ് എ ലിറ്റിൽ ഫ്രീഡം അല്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ചു, അവൻ ആശിച്ചു. വൺ മോർണിംഗ് ഒരു ദിവസം രാവിലെ. ആഫ്റ്റർ സക്ലിംഗ് മിൽക്ക്. സക്ലിംഗ് എന്നാൽ മുലകുടി മാറാത്ത എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സക്കിൾ എന്നതിന് മുല കുടിക്കുക എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ സക്ലിംഗ് മിൽക്ക് ഒരു ദിവസം രാവിലെ പാൽ കുടിച്ചതിന് ശേഷം. ദ ലിറ്റിൽ ഗോട്ട് കിഡ് വാസ് ഡീപ്പ് ഇൻ തോട്ട്. ദ ലിറ്റിൽ ഗോട്ട് ആട്ടിൻ കുഞ്ഞ് വാസ് ഡീപ്പ് ഇൻ തോട്ട് ഒരു ആഴത്തിലുള്ള ചിന്തയിലാണ്ടു ഒരു ദിവസം രാവിലെ പാൽ കുടിച്ചതിന് ശേഷം. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഹി ഫ്രൗണ്ട് ആൻഡ് വിസ്പേർഡ് ടു ഹിംസെൽഫ്. ഫ്രൗൺ എന്നാൽ അർത്ഥം നെറ്റി ചുളിക്കുക എന്നാണ് അർത്ഥം, മുഖം വീർപ്പിക്കുക. ഹി ഫ്രൗണ്ട് ആൻഡ് വിസ്പേർഡ് ടു ഹിംസെൽഫ് അവൻ്റെ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചു. വിസ്പേർഡ് എന്നാൽ മന്ത്രിച്ചു, പതുക്കെ പറഞ്ഞു. ടു ഹിംസെൽഫ് അവൻ അവനോട് തന്നെ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പിറുപിറുത്തു. ഐ ആം ടയേർഡ് ഓഫ് സ്റ്റേയിങ് ഇൻസൈഡ് ദ ഹൗസ് ഓൾ ദ ടൈം. ഐ ആം ടയേർഡ് ഞാൻ ക്ഷീണിതനാണ് അല്ലെങ്കിൽ മടുത്ത അവസ്ഥയിലാണ്. ഓഫ് സ്റ്റേയിങ് ഇൻസൈഡ് ദ ഹൗസ് ഓൾ ദ ടൈം എല്ലാ സമയത്തും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ മടുപ്പ് വന്ന അവസ്ഥയിലാണ്. എനിക്ക് മടുപ്പ് വന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു ഗോ ഔട്ട്സൈഡ് എനിക്ക് പുറത്തേക്ക് പോകണം. ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ് എന്നിട്ട് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കണം. ഐ വിൽ റൺ ഞാൻ ഓടും. ജമ്പ് ചാടും. ആൻഡ് പ്ലേ ഫ്രീലി എന്നിട്ട് സ്വതന്ത്രമായിട്ട് കളിക്കും. ജസ്റ്റ് ലൈക്ക് അതേഴ്സ് മറ്റുള്ളവരെ പോലെ ഞാൻ ഓടും ചാടും എന്നിട്ട് ഞാൻ സ്വതന്ത്രമായിട്ട് കളിക്കും. ഫോർ സം ടൈം കുറച്ച് സമയത്തോളം. ഇറ്റ് ഫ്രോളിക്ഡ്. ഫ്രോളിക് എന്നാൽ കളിക്കുക എന്നാണ് അർത്ഥം, ആമോദിക്കുക. ഇറ്റ് ഫ്രോളിക്ഡ് ആട്ടിൻ കുഞ്ഞ് കളിച്ചു. എറൗണ്ട് ഹിസ് മദർ ടു ഫൂൾ ഹെർ അമ്മയെ വിഡ്ഢിയാക്കാൻ വേണ്ടി. ഹിസ് മദർ ടു ഫൂൾ ഹെർ അവൻ്റെ അമ്മയെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും നടന്ന് അല്പസമയം കളിച്ചു. ആൻഡ് ദെൻ ഹി സ്ലിപ്ഡ് അവേ അതിനുശേഷം അവൻ അവിടെ നിന്നും മെല്ലെ ഒഴിഞ്ഞു മാറി. അവിടെ നിന്നും പോയി. സ്ലിപ്പ് അവേ എന്നാൽ ഇവിടെ തെന്നി മാറി, അതായത് അമ്മയോട് പറയാതെ അമ്മയെ അറിയാതെ പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടു. വെൻ ദ ഗോഡ് സോ ദ കിഡ് ഡാഷിങ് ഓഫ് ഇൻ ടു ദ ഫോറസ്റ്റ്. വെൻ ആ സമയത്ത്. വെൻ ദ ഗോഡ് സോ ആ ആട് കണ്ടപ്പോൾ. ദ കിഡ് ഡാഷിങ് ഓഫ് ഇൻ ടു ദ ഫോറസ്റ്റ്. ഡാഷ് ഓഫ് എന്നാൽ വേഗത്തിൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്താണ്? ആ വനത്തിനുള്ളിലേക്ക് ആ ആട്ടിൻ കുഞ്ഞ് വേഗത്തിൽ പോകുന്നത് ആ അമ്മയായിട്ടുള്ള ആട് കണ്ട സമയത്ത്. ഷീ കോൾഡ് ഔട്ട് അവ വിളിച്ചു പറഞ്ഞു. ഡോൺ ഗോ ഡിയർ പോകരുത്, അവിടേക്ക് പോകരുത് എന്ന് ആ സമയത്ത് ആ അമ്മയായിട്ടുള്ള ആട് ആ കുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞു. ദർ ആർ എ ലോട്ട് ഓഫ് ബീസ്റ്റ് എന്നാൽ അർത്ഥം വന്യമൃഗം എന്നുള്ള അർത്ഥമാണ്. അവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ട്. ദേ വുഡ് ഹാം യു. അവർ ആ വന്യമൃഗങ്ങൾ വുഡ് ഹാം യു. ഹാം എന്നാൽ അപായപ്പെടുത്തുക. അവർ നിന്നെ അപായപ്പെടുത്തിയേക്കും. ഡോണ്ട് വറി മോം വിഷമിക്കേണ്ട അമ്മേ. ഐ വോണ്ട് ഗോ ഇൻ ടു ദ ഡീപ്പ് ഫോറസ്റ്റ്. ഐ വോണ്ട് ഗോ ഞാൻ പോകുകയില്ല. ഇൻ ടു എന്നാൽ അതിലേക്ക്. ദ ഡീപ്പ് ഫോറസ്റ്റ് ആ തിങ്ങി നിറഞ്ഞ ആഴമുള്ള വനത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഞാൻ പോകുകയില്ല. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മേ ആ ആട്ടിൻകുഞ്ഞ് പറഞ്ഞു. ദ കിഡ് സെഡ് കെയർലെസ്ലി എന്നാൽ അല്ലലില്ലാതെ എന്നുള്ള അർത്ഥമാണ്. ആൻഡ് റാൻ അവേ ഇൻ ടു ദ ഫോറസ്റ്റ്. റാൻ അവേ എന്നാൽ ഓടിപ്പോയി. ഇൻ ടു ദ ഫോറസ്റ്റ് ആ കാട്ടിനുള്ളിലേക്ക് ആ ആട്ടിൻകുഞ്ഞ് ഓടിപ്പോയി. ദ കിഡ് ഫ്രോളിക്ഡ് ആൻഡ് ഗ്യാംബോൾഡ് ഇൻ ദ ഫോറസ്റ്റ്. ഫ്രോളിക് എന്നാൽ അർത്ഥം കളിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ.
ഗ്യാംബോൾ എന്നാൽ നൃത്തം വയ്ക്കുക. ദ കിഡ് ഫ്രോളിക് ആൻഡ് ഗ്യാംബോൾഡ് ഇൻ ദ ഫോറസ്റ്റ്. ദ കിഡ് ആ ആട്ടിൻ കുഞ്ഞ് ഫ്രോളിക് ആൻഡ് ഗ്യാംബോൾഡ് കളിച്ച് നൃത്തം ചെയ്തു. ഇൻ ദ ഫോറസ്റ്റ് ആ വനത്തിൽ ആ ആട്ടിൻ കുഞ്ഞ് കളിച്ച് നൃത്തം ചെയ്തു. ദെൻ ഹി തോട്ട് ഓഫ് ഹിസ് മദർ ആൻഡ് വാണ്ടഡ് ടു റിട്ടേൺ. ദെൻ പിന്നീട് ഹി തോട്ട് ഓഫ് ഹിസ് മദർ അവൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു. ആൻഡ് വാണ്ടഡ് ടു റിട്ടേൺ അവന് തിരിച്ചു പോകണമായിരുന്നു. അവൻ തിരിച്ചു പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചു. പക്ഷേ ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വേ എന്നാൽ അവൻ്റെ വഴി പിഴച്ചു. അവന് തിരിച്ചു എങ്ങനെയാണ് പോകുക എന്നുള്ള വഴി അവന് അറിയില്ലായിരുന്നു. അവന് വഴി പിഴച്ചു. ദ കിഡ് റാൻ അറൗണ്ട് ടു ഫൈൻഡ് ഹിസ് വേ ബട്ട് ഫെയിൽഡ്. ദ കിഡ് ആ ആട്ടിൻ കുഞ്ഞ് റാൻ അറൗണ്ട് ചുറ്റുപാടും ഓടി. ടു ഫൈൻഡ് ഹിസ് വേ അവൻ്റെ വഴി കണ്ടെത്താൻ വേണ്ടി. പക്ഷേ ഫെയിൽഡ് പരാജയപ്പെട്ടു. അവന് വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ചുറ്റുപാടും ഓടി. പക്ഷേ പരാജയപ്പെട്ടു. അവന് വഴി കണ്ടെത്താൻ സാധിച്ചില്ല. ദ കിഡ് ക്രൈഡ് ആൻഡ് കേഴ്സ്ഡ് ഹിംസെൽഫ് ഫോർ ഇഗ്നോറിങ് ഹിസ് മദേഴ്സ് അഡ്വൈസ്. ദ കിഡ് ആട്ടിൻ കുഞ്ഞ് ക്രൈഡ് കരഞ്ഞു. ആൻഡ് കേഴ്സ് എന്നാൽ ശപിക്കുക എന്നുള്ള അർത്ഥമാണ്. കേഴ്സ്ഡ് ഹിംസെൽഫ് അവനെ തന്നെ ശപിച്ചു. ഫോർ ഇഗ്നോറിങ് അവഗണിച്ചതിന് ഹിസ് മദേഴ്സ് അഡ്വൈസ് അവൻ്റെ അമ്മയുടെ ഉപദേശം. ആ ആട്ടിൻ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അവനെ തന്നെ ശപിച്ചു. അവൻ്റെ അമ്മയുടെ ഉപദേശം സ്വീകരിക്കാത്തതിനാൽ, അമ്മയുടെ ഉപദേശം അവഗണിച്ചതിനാൽ അവനെ തന്നെ കരഞ്ഞുകൊണ്ട് ശപിച്ചു. ജസ്റ്റ് ദെൻ പിന്നീട് എ ഫിയർസം വോൾഫ് അറൈവ്ഡ് ദർ ആൻഡ് സ്മാക്ഡ് ഇറ്റ്സ് ലിപ്സ് സെയിങ്. എ ഫിയർസം വോൾഫ് ഫിയർസം എന്നാൽ കൊടും ഭീതി ജനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഭയങ്കരനായ ചെന്നായ അറൈവ്ഡ് എത്തിച്ചേർന്നു. ദർ അവിടെ ഒരു കൊടും ഭീതി ജനിപ്പിക്കുന്ന ഒരു ചെന്നായ പിന്നീട് വൈകാതെ എത്തിച്ചേർന്നു. ആൻഡ് സ്മാക്ഡ് അവിടെ എത്തിച്ചേർന്ന്. സ്മാക്ക് എന്നാൽ ഇവിടെ അർത്ഥം ശബ്ദമുണ്ടാക്കി രുചിച്ച് ആസ്വദിക്കുക, ശബ്ദത്തോടെ ചുംബിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ്സ് ലിപ്സ് സെയിങ് അതിൻ്റെ ആ ചെന്നായയുടെ ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് ചുംബിച്ചു. ടുഡേ ഐ ഗോട്ട് എ ഗ്രേറ്റ് ഫീസ്റ്റ് ഓഫ് എ യമ്മി കിഡ്സ് മീറ്റ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ചെന്നായ ആ ആട്ടിൻ കുഞ്ഞിനെ ചുംബിച്ചത്. ടുഡേ ഇന്ന് ഐ ഗോട്ട് എ ഗ്രേറ്റ് ഫീസ്റ്റ് എന്നാൽ സദ്യ, സൽക്കാരം, ഇതൊക്കെയാണ് അർത്ഥം. ഇന്ന് എനിക്കൊരു മഹത്തായ സദ്യ ലഭിച്ചു. ഓഫ് എ യമ്മി കിഡ്സ് മീറ്റ്. യമ്മി എന്നാൽ അർത്ഥം രുചിയുള്ള എന്നുള്ള അർത്ഥമാണ്, രുചിപ്രദമായ. കിഡ്സ് മീറ്റ് എന്നാൽ ആട്ടിൻകുഞ്ഞിൻ്റെ മാംസം. ഇന്ന് എനിക്കൊരു നല്ല സദ്യ ലഭിച്ചു. ഒരു രുചികരമായ മാംസം, ഒരു ആട്ടിൻകുട്ടിയുടെ രുചികരമായ മാംസം, ആ സദ്യ എനിക്ക് ലഭിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ആ ചെന്നായ അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് ആ ആട്ടിൻകുഞ്ഞിനെ ചുംബിച്ചു. ദ വോൾഫ് ഗോബിൾഡ് ദ കിഡ് ഹൂ പെയ്ഡ് ദ പ്രൈസ് ഈസ് നോട്ട് ലിസണിങ് ടു ദ അഡ്വൈസ് ഓഫ് ഹിസ് എൽഡേഴ്സ്. ദ വോൾഫ് ആ ചെന്നായ ഗാബിൾ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ഗോബിൾ എന്നാണ്. ഇതിനർത്ഥം പെട്ടെന്ന് ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്, ആർത്തിയോടെ ഭക്ഷിക്കുക. ദ വോൾഫ് ആ ചെന്നായ ഗോബിൾഡ് ആർത്തിയോടെ ഭക്ഷിച്ചു. ദ കിഡ് ആ ആട്ടിൻകുഞ്ഞിനെ. ഹൂ പെയ്ഡ് ദ പ്രൈസ് ഹൂ എന്നാൽ ആ ആട്ടിൻകുഞ്ഞ്, പെയ്ഡ് ദ പ്രൈസ് വില കൊടുക്കേണ്ടി വന്നു. ഓഫ് നോട്ട് ലിസണിങ് ടു ദ അഡ്വൈസ് ഓഫ് ഹിസ് എൽഡേഴ്സ് അവൻ്റെ മുതിർന്നവരെ അനുസരിക്കാത്തതിന് അവന് ആ ആട്ടിൻകുഞ്ഞിന് വില കൊടുക്കേണ്ടി വന്നു. ആ ചെന്നായ അവനെ ആർത്തിയോടെ ഭക്ഷിച്ചു. അവൻ്റെ അമ്മയെ അനുസരിച്ചില്ല, മുതിർന്നവരെ അനുസരിച്ചില്ല. ആയതിനാൽ അവന് വലിയ വില കൊടുക്കേണ്ടി വന്നു, അവൻ്റെ ജീവൻ നൽകേണ്ടി വന്നു. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം: ഓൾവേസ് ലിസൺ ടു യുവർ എൽഡേഴ്സ്, ദേ നോ വാട്ട് ഈസ് ബെസ്റ്റ്. ഓൾവേസ് ലിസൺ എപ്പോഴും ശ്രദ്ധിക്കുക, അനുസരിക്കുക. ടു യുവർ എൽഡേഴ്സ് നിങ്ങളുടെ മുതിർന്നവരെ എപ്പോഴും അനുസരിക്കുക. ദേ നോ വാട്ട് ഈസ് ബെസ്റ്റ്. ദേ നോ അവർക്കറിയാം. വാട്ട് ഈസ് ബെസ്റ്റ് എന്താണ് നല്ലത് എന്നുള്ളത് അവർക്കറിയാം. മുതിർന്നവരെ നിങ്ങൾ എപ്പോഴും അനുസരിക്കുക. ആൻഡ് ക്യാൻ കീപ്പ് യു സേഫ് ഫ്രം ട്രബിൾ. ആൻഡ് അങ്ങനെയാണെങ്കിൽ അനുസരിച്ചാൽ ക്യാൻ കീപ്പ് സാധിക്കും, യു സേഫ് ഫ്രം ട്രബിൾ. ട്രബിൾ എന്നാൽ പ്രശ്നം, പ്രശ്നങ്ങളിൽ നിന്നും
സുരക്ഷിതമാകാൻ സാധിക്കും. പ്രശ്നങ്ങളിൽ പെടാതെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരെ അനുസരിക്കുകയാണെങ്കിൽ അവർക്കറിയാം എന്താണ് നല്ലത് എന്നുള്ളത്. ആയതിനാൽ എപ്പോഴും നിങ്ങളുടെ മുതിർന്നവരെ അവരുടെ വാക്കുകൾ അനുസരിക്കുക.